ആ ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് വിനയനും മഞ്ജുവും തമ്മിൽ അഫെയറിലാണെന്നല്ലേ? എടാ നിനക്കൊന്നും നാണയില്ലടാ. ഇത് തന്നെ പറഞ്ഞുകൊണ്ട് രാവിലെ വേറൊരു ഗ്രൂപ്പിന്റെ അടുത്ത് വന്നു. അല്ല, അതിനുള്ള മറുപടി ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. മക്കളി ചെല്ലേ, ഈ കളിയൊക്കെ എന്തിനാണെന്നും ആരാ ഇതിന്റെ പിന്നിൽ നിന്ന് മനസ്സിലാക്കാൻ അത്ര വലിയ വടക്കം ബുദ്ധിയൊന്നും വേണം. അവിടെയാണ് നിനക്ക് തെറ്റിയത്. നീ എന്താ ഉദ്ദേശിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഡെവിളുടെ കാര്യമല്ലേ? അവൾ ഈ വിഷയം അറിഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷെ അറിഞ്ഞപ്പോ അവളെന്താ പറഞ്ഞെന്നറിയോ? ഇത് ഈ ബിഗിനിങ് സ്റ്റേജിൽ ശ്രുതി അറിയാതിരുന്നാൽ മതിയെന്ന്. അതെന്തുദ്ദേശത്തിലാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് പക്ഷേ ഈ കാര്യത്തിൽ ഒറ്റ ഉദ്ദേശമുള്ളൂ, അറിഞ്ഞ വിവരം അത് നിന്നെ ഒന്ന് അറിയിക്കാം. എന്തൊക്കെ പറഞ്ഞാലും നീ ഞങ്ങളുടെ ഫ്രണ്ടാ, അവനൊരു ഔട്ട്സൈഡറും. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. സത്യം, ക്ലീൻ ബൗൾ. എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായാ അവൻ മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് മുങ്ങും. നീ നല്ലപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ കൂട്ടത്തിൽ അവളെയും മുക്കിയെന്ന് വരും. ഒടുക്കം പൊന്നു മോനെ, നീ പാട്ടും പാടി നടക്കേണ്ടി വരും. ഇങ്ങനെ മാനസമൈനേ വരൂ മധുരം. ആ വരട്ടെ, നോക്കാം. അയ്യോ, ഞാനൊരു കാര്യം മറന്നുപോയി. അല്ല വേണ്ട മഞ്ജു, ഇത് വിനയൻ എഴുതിയ ബുക്കാ, ഞാൻ വായിക്കാൻ വാങ്ങിച്ചതാ. ഇനിയിപ്പോ ഇത് കൊടുക്കാൻ നിന്ന ഇവൻ വെയിറ്റ് ചെയ്യില്ല, അതുകൊണ്ടാ. പ്ലീസ് ഒന്ന് കൊടുത്തേക്കണേ. ശരി. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, അയ്യോ കാക്കച്ചി കൊത്തി പോയി, നോക്കി വെച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയ. ഫസ്റ്റ് അറ്റംപ്റ്റ് സക്സസ്. അടുത്ത പ്ലേ അടുത്ത ദിവസം. ISS സ്പേസ് നിത്യ നിത്യ NITHYA. എടാ നിന്റെ ഫ്രണ്ട്സിനെ കൊണ്ടുകൂടി മെസ്സേജ് അയപ്പിക്കണേ. ഓക്കെടാ. ഇതിപ്പോ കോളേജ് മാഗസീനിലൊക്കെ കഥ എഴുതുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ അങ്ങനെ വലിയ എഴുത്തുകാരനൊന്നുമല്ല. ഇതൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ വേഷം കെട്ടലല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റില്ല, എന്നെ വിട്ടേക്ക്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഞാൻ വിനയനെ കണ്ടിട്ടാ ഇത് ഏറ്റത് തന്നെ. അങ്ങനെ വലിയ മഹത്തരമായ കഥയൊന്നും വേണ്ടടവേ. തൽക്കാലം പിള്ളേരുടെ മുമ്പിൽ ആളാവാൻ ഒരു കഥ. അതിന് അത്ര വലിയ സ്റ്റാൻഡേർഡ് ഒന്നും നോക്കുകയും വേണ്ട. താൻ തന്റെ പേരിലല്ലോ, എന്റെ പേരിലല്ലേ കഥ എഴുതുന്നത്. ഏ മഞ്ജു, ഒന്ന് നിന്നേ. എന്താ, നീ ആ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഉവ്വ്, അത് ഞാൻ ഇന്നലെ തന്നോട് പറഞ്ഞതല്ലേ. ഉവ്വ്. എനിക്ക് അതിൽ ചെറിയൊരു പോർഷൻ ഡൗട്ട് ഉണ്ടായിരുന്നു, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനൊന്ന് തരണേ. പിന്നെ നീ അറിഞ്ഞാണല്ലോ നമ്മുടെ ക്യാമ്പസ് മാഗസീനിലേക്ക് ഞാനൊരു കഥ എഴുതി കൊടുക്കാന്ന് ഏറ്റ കാര്യം. ഇയാളെ മനസ്സ് കണ്ടിട്ടാ ഞാനത് ഏറ്റത്. ഇപ്പൊ കക്ഷിതയെ പറ്റില്ലെന്നാ പറയുന്നത്. നീ സംഭവത്തിന്റെ സീരിയസ്നെസ് ഒന്ന് പറഞ്ഞു കൊടുക്ക്. നീ പറഞ്ഞ ആള് കേക്കും. എന്താ വിനയ ഇത്? എഴുത്തിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണല്ലോ ഇയാള്. എന്ത് പറ്റി? എഴുത്തൊക്കെ മതിയാക്കിയോ? ശ്രുതി വരുന്നു. പറഞ്ഞു തീർന്നില്ല. കഥയുടെ കാര്യം ചോദിക്കാനേ വിളിക്കുന്നത്. വിനയ, താൻ എങ്ങനെയെങ്കിലും അത് നേറ്റെടുത്തേ പറ്റൂ. മഞ്ജു ഒന്ന് പറഞ്ഞു കൊടുക്ക, ഞാൻ ഇപ്പൊ വരാം. അല്ല, തനിക്ക് എന്തോ ഒരു കഥ എഴുതി കൊടുക്കുന്നതിൽ ഇത്ര ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല സുധി. താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ക്യാരക്ടർ അല്ല നാൻസിയുടേത്. എന്റെ വകയിലൊരു റിലേറ്റീവാണ് ഈ നാൻസി. ആള് മാരീഡാ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നത്, അതും ഹസ്ബൻഡ് ഇല്ലാത്ത നേരം നോക്കി. എന്തിനാണ് നിന്റെ വിചാരം? നല്ല ഉദ്ദേശത്തോടാണെന്നാണോ? എടാ, ഈ പെണ്ണെന്ന് പറയുന്ന വർഗം ഉണ്ടല്ലോ, കുടിച്ച വെള്ളത്തിൽ കൂടി വിശ്വസിക്കാൻ കൊള്ളില്ല. ഇപ്പൊ പറഞ്ഞ വർഗത്തിൽപ്പെട്ട ഒരെണ്ണമാ ആ നിൽക്കുന്നത്. നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ. നീ ഇതെന്തിനാ എന്നെ നോക്കി പഠിപ്പിക്കുന്നു? ഇതൊക്കെ എല്ലായിടത്തും സർവ്വസാധാരണ. നീയും ഒരു എൻജോയ്മെന്റ് മൂഡിലാണ് ഇതൊക്കെ എടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനി അതെല്ലാം വിട്ടേക്ക്. നിന്നെ ഒന്ന് വിശ്വസിപ്പിച്ച് തരേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടല്ലോ. അതുകൊണ്ട് പറയുക, നിനക്കൊരു കാര്യം ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റൂ. അവളുടെ സെൽഫോൺ എടുത്തു മാറ്റാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പറ്റുമെങ്കിൽ അതൊന്ന് അടിച്ചു മാറ്റും. വിനയന്റെ കോൾ അവളുടെ മൊബൈലിലേക്ക് വരുന്നത് നിനക്ക് കാണാം, ഉറപ്പ്. അപ്പൊ ഇനി ലാബിലെങ്കിലും അടുത്ത പരിപാടി? അടുത്ത പരിപാടി എന്താ? വീട്ടിലേക്ക് പോവാ തന്നെ. അങ്കിളാണെങ്കിൽ ഈടെയായിട്ട് ഭയങ്കര സ്ട്രിക്റ്റാ. വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ ഓരോരോ ചോദ്യങ്ങളാ. വേറെന്തും കൊണ്ടായിരിക്കില്ല, അങ്കിളിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ചില നേരത്തെ പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോ തോന്നും അങ്കിള് നമുക്ക് നല്ല സപ്പോർട്ടാണെന്ന്. ചിലപ്പോ നേരെ അങ്ങ് എഗെയിൻസ്റ്റ് ആവും. ഒരു പിടുത്തം മൊബൈൽ എന്തേ? കുത്തിയിട്ടില്ലെന്നും. എന്താ?
കുത്തിയിട്ടില്ല. പറഞ്ഞ മനസ്സിലാവും. ദൈവമേ, ഇവൻ എന്ത് വൃത്തികേടായി കാണിക്കുന്നത്. ചിടുങ്ങാതെ മേശ തുടക്കണം. പിള്ളേരെ ചീത്തയാക്കാൻ വന്നേക്കുന്നു. ഇവിടെ എന്നെ തല്ലു കൊള്ളിക്കും. എന്തേ മനസ്സിലാവണില്ലേ? കുത്തിയിട്ടില്ലെന്ന്. ഇതുങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവും. എന്താടാ? അല്ല, ഞാനേ ഉഴുന്ന് വടണ തൊള വലുത് വേണോ ചെറുത് വേണോ എന്ന് ആലോചിക്കും. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? തൊള വേണോ? വേണം വേണം, തൊള വേണം. അളവ് ഞാൻ പറഞ്ഞുതരാം. വാ. ഞാൻ ഓ സന്തോഷായി. നന്നായിട്ടൊന്ന് കുളിക്കണം. എന്ത് മനുഷ്യനത്? എന്താണ് മുതലാളി തൊഴിലാളിയുടെ ചെവിയിലെ ഒരു രഹസ്യം പറച്ചില്? രഹസ്യോ കേൾക്കണോ? നല്ല രസമുണ്ട്, ഏയ്, വേണ്ട, പറഞ്ഞുതരാം. വേണ്ട. അയ്യോ, വേണ്ടേ വേണ്ടേ, സ്വന്തമായിട്ട് കേട്ടാ മതിയേ. രഹസ്യം പറച്ചല്. ദാ വിനയന്റെ ഫോൺ പെട്ടെന്ന് വിളിക്കേ. എല്ലാം കൊണ്ട് നമുക്ക് പറ്റിയ സമയം. മഞ്ജു നേരത്തെ വീട്ടിൽ പോയി. സുധി പോകുന്നു നീ കണ്ടതല്ലേ? വീട്ടിലേക്കാണെന്ന് അറിയില്ല, അവൻ ബൈക്ക് എടുത്തോണ്ട് പുറത്തേക്ക് പോയി. വിളിച്ചോ വിളിച്ചോ. നിന്റെ മിമിക്രി പ്രാക്ടീസ് ഇങ്ങനെയെങ്കിലും ഒന്ന് ഉപകരിക്കട്ടെ. വിനയന്റെ അതേ ശബ്ദമായിരിക്കണം. ഒരു കാരണവശാലും സുധിക്ക് സംശയം തോന്നാൻ പാടില്ല. വിളിക്കേ വിളിക്കേ. ഹലോ മഞ്ജു. ഹലോ മഞ്ജു. ഓക്കെ, വിളി വിളി. ഹലോ മഞ്ജു, താൻ എവിടെയാ? നിനക്കെന്റെ പെണ്ണിനെ വേണം. നീ കാര്യം എന്താ പറ? നിനക്ക് കാര്യമില്ല അല്ലേ? നിർത്തിക്കോണം. നിന്റെ ഇവിടുത്തെ ജോലി, കളി, പ്രേമം, കൂട്ടുകൊടുപ്പ് ഒക്കെ നിർത്തിക്കോണം. നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ഇവിടെ ഏരിയ കാണരുത്. കേട്ടോ? ഓക്കെ അല്ലേ? ഇതല്ലേ താൻ പ്രതീക്ഷിച്ച ക്ലൈമാക്സ്? അല്ല, ഇനി അതല്ല, കുറച്ചുകൂടി ഗംഭീരമായ ക്ലൈമാക്സ് ആണ് താൻ പ്രതീക്ഷിച്ചെങ്കിൽ അതും ആവാം. ഇവനെ കഴുത്തിന് പിടിച്ച് വെളി തള്ളി പടിയടച്ച് പിണ്ണോ വെച്ച് ചാണകവെള്ളം കലക്കി തെളിച്ച് ഒരു ശുദ്ധികലശം നടത്തണമെങ്കിൽ അതും ആവാം. അങ്ങനെ അങ്ങ് പോയാലോ? ഇവിടെ നടന്ന ക്ലൈമാക്സിന്റെ ബിഫോർ പോർഷൻ എനിക്കും അറിയാം, തനിക്കും അറിയാം. പക്ഷേ ഇവിടെ കൂടി നിൽക്കുന്ന പലർക്കും അതറിയില്ല. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നിർത്തരുത്. അത് ഞാൻ പറഞ്ഞു കൊടുക്കാം. എടി മോളെ, സംഭവം വളരെ സിമ്പിളാ. ഇവൻ ഞങ്ങൾക്കിപ്പോ നീ പറയുന്ന പോലെ വെറൊരു ഔട്ട്സൈഡർ ഒന്നും അല്ല, ഫ്രണ്ടാ, കൂട്ടുകാരൻ. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ പോലെ മുഖത്തൊരു പാൽ പുഞ്ചിരിയും ഫിറ്റ് ചെയ്ത് കാണുമ്പോ ഹായിടാ, ഹൗ ആർ യുടാ, ഐ മിസ് യുടാ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് തിരിഞ്ഞു കഴിയുമ്പോ അവർക്കിട്ട് വെക്കുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ല. കൂട്ടത്തിലൊരു കൂട്ടുകാരനെ കുറിച്ച് എന്തറിഞ്ഞാലും അത് നല്ലതാണേലും ചീത്തയാണേലും അവൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ആ കൂട്ടുകാരോട് തന്നെയായിരിക്കും. അതാണ് മോളെ ഫ്രണ്ട്ഷിപ്പ്. അതാദ്യം മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ ഇവന്റെ കുറ്റവും പറഞ്ഞോണ്ട് നിന്റെ സിൽബന്തിൽ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞ എത്ര ഉള്ളു മോളെ. നീ ഞങ്ങൾക്കൊരു പണി പണിയാൻ നോക്കി, അത് മനസ്സിലാക്കി ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടൊരു പണി പണിതു. അത്രേ ഉള്ളൂ. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? അപ്പോ ആഘോഷം തുടങ്ങാം മോളെ. ഡെവിളെ